സി ആദ്യം പറഞ്ഞ ആളുടെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് നമുക്ക് അറിയാം. അത് വടകര തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് ഇവരിപ്പം വലിയ PR എക്സസൈസ് നടത്തി വലിയ കോടികൾ ചെലവഴിച്ച് ഭരണകൂടത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ്റെ സ്വർണ്ണ രൂപം അത് എത്ര കാണിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ നോക്കുമ്പോൾ കാണുന്നത് അതിനേക്കാൾ വലിയ ഉമ്മൻചാണ്ടിയുടെ രൂപമാണ്. അതിൻ്റെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അദ്ദേഹം ആ കാര്യത്തിലെടുത്ത ഇനീഷ്യേറ്റീവിൻ്റെ പേരിൽ അദ്ദേഹം അന്ന് കേൾക്കേണ്ടി വന്ന വിമർശനങ്ങളുടെ പേരിൽ കുറച്ചും കൂടെ സിംബോളിക്കായിട്ട് പറഞ്ഞാൽ ബെല്ലാൽ ദേവന്റെ സ്വർണ്ണ പ്രതിമ ഇങ്ങനെ കെട്ടിപ്പൊക്കി പൊന്തിച്ച് കാണിക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി എന്ന ബാഹുബലിയുടെ രൂപമാണ് ജനങ്ങൾക്ക് കാണുന്നത്, മലയാളിക്ക് കാണുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഈ വിഴിഞ്ഞം പദ്ധതി 5000 കോടി രൂപയുടെ വിഴിഞ്ഞം പദ്ധതിക്ക് 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച ആളുകൾക്ക് ഇപ്പോൾ ഒരു ജാള്യതയില്ലാതെ ഞങ്ങളിത് കൊണ്ടുവന്നാന്ന് പറയാൻ ശ്രമിക്കുന്നത്. 1000 ദിവസത്തിനകം തീർക്കേണ്ട ഒരു പ്രൊജക്ട് ഇത്രയും ഡിലേ ആവുന്നതിന് ഈ ഗവൺമെൻറ്റിൻ്റെ മെല്ലെപ്പോക്ക് പോലും കാരണമായപ്പോൾ റോഡ് കണക്ടിവിറ്റിയുടെയും റെയിൽവേ കാര്യത്തിലും ഇപ്പോഴും പൂർണ്ണമായി കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടില്ലാത്ത അവസ്ഥ നിൽക്കുമ്പോൾ ഈ പ്രൊജക്റ്റിനെതിരായിട്ട് കടൽ കരയുന്നു എന്ന് പറഞ്ഞിട്ട് 1-ാം പേജിൽ അച്ചു നിരത്തിയ പാർട്ടി മാധ്യമം ഉൾപ്പെടെയുള്ള അവരുടെ വാർത്തകൾ ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുമ്പോൾ നിയമസഭക്കകത്തും പുറത്തും ഉമ്മൻചാണ്ടി സാറിന് വ്യക്തിപരമായി പോലും ഇതിൻ്റെ പേരിൽ വേട്ടയാടാൻ ശ്രമിച്ചാൽ പത്രസമ്മേളനങ്ങളിലൂടെയും അല്ലാതെയും അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതിയുടെ കരിനിഴലൊക്കെ പടർത്താൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ ഇപ്പം ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു അസ്വസ്ഥതയില്ല. വി ആർ ഹാപ്പി. കേരളത്തിന് അങ്ങനെ ഒരു ഫെസിലിറ്റി അന്നത്തെ ഗവൺമെൻറ് അത് ദീർഘവീക്ഷണത്തോടെ ചെയ്തത് അത് യാഥാർത്ഥ്യമാവുന്നതിനകത്ത് സന്തുഷ്ടരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. പക്ഷെ അത് കടന്നു വന്ന വഴികളിൽ അതിന് അർഹതയുള്ള ആളുകൾക്ക് അതിൻ്റെ അംഗീകാരം നൽകുക എന്നുള്ളൊരു ജനാധിപത്യ മര്യാദയുണ്ട്. അത് അവർ കാണിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു പോകുന്നൊന്നുമില്ല. അവരിൽ അത് പ്രതീക്ഷിക്കുന്നുമില്ല. കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി സാറ് ജീവനോടെ ഇരിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഗവൺമെൻറ് ഇറങ്ങിയിട്ട് മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിളിക്കാത്ത ആളുകളാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, മെട്രോക്ക് കുമ്മനം രാജശേഖരനും വിഴിഞ്ഞത്തിന് രാജീവ് ചന്ദ്രശേഖരനും വരാം. അന്ന് ഉമ്മൻചാണ്ടി സാറിനും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെയൊക്കെ വിളിക്കാൻ ഇവർ ഈ ഒരുതരം തൊട്ടുകൂടായ്മ ഔദ്യോഗിക പരിപാടികളിൽ കാണിക്കുന്നത് ഈ സർക്കാർ ആഘോഷ പരിപാടിയുടെ ദൂരത്തിൻ്റെ കൂടെ നടക്കലല്ലല്ലോ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം. പക്ഷെ ഇത്തരം ഔദ്യോഗിക പരിപാടികളിൽ ഈ തൊട്ടുകൂടായ്മ കാണിക്കുന്നത് BJP തൃപ്തിപ്പെടുത്താൻ കൂടിയാണ്. BJPക്ക് കോൺഗ്രസ് വിരുദ്ധതയുടെ കാര്യത്തിൽ BJPയോട് ചേർന്ന് നിന്നിട്ട് പറയാം ഞങ്ങളും അക്കാര്യത്തിൽ കൂടെ ഉണ്ടെന്നുള്ള സന്ദേശം നരേന്ദ്രമോദിക്ക് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. ഇതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാം. ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്, ഇതിനെ തുരങ്കം വെക്കാൻ ശ്രമിച്ചത് ആരാണ്, ഇതിനെതിരെ ഇല്ലാത്ത അഴിമതി കഥകൾ ഉന്നയിച്ചു കൊണ്ടുവന്നത് ആരാണ്, ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇപ്പം നടത്തുന്ന ശ്രമങ്ങൾ വൃഥാവിലാണ്. ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല. ജനങ്ങൾക്കറിയാം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യം. അപ്പോൾ ആ മനുഷ്യനെ കേരളത്തിലെ എല്ലാവരും ഓർത്തു പോകുന്നു. വിമർശനങ്ങളുടെ കൂരമ്പകൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ഇത് നടപ്പിലാക്കിയിരിക്കുമെന്ന് ആർജവത്തോടെ നിയമസഭയിൽ പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ അന്നത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് സമയം കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒന്ന് കേട്ടു നോക്കണം എന്നുകൂടെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞിട്ടില്ല, സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല. നിങ്ങൾ എത്ര തന്നെ എന്നെ ക്രൂശിച്ചാലും എത്ര തന്നെ ഞങ്ങൾ പരിഹസിച്ചാലും ഇതൊരു അനിവാര്യതയാണ്, ഇത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യുമെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പം അന്ന് അതിനെ പരിഹസിച്ചവരും അത് വേർതിരിവുണ്ടാക്കാനുള്ള ശ്രമമാണ്, അത് അതിൻ്റെ അജണ്ടകൾ മറ്റു പലതാണ് എന്നൊക്കെ പറഞ്ഞവരും ഇപ്പം അത് അംഗീകരിക്കേണ്ടി വരും. അവർക്ക് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എന്ത് മോട്ടിവേഷൻ വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റമറ്റ രീതിയിൽ നടക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട്. അത് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനുള്ള ഒരു ചടങ്ങ് കഴിക്കലല്ലാതെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. പക്ഷേ കേന്ദ്രമന്ത്രി അതിനകത്തെടുത്ത സ്റ്റാൻഡ് ഇത്രയും കാലം ഇപ്പോൾ പറയുന്നു, ഇത്രയും കാലം പ്രതിപക്ഷം ഇത് മുടക്കുകയായിരുന്നു. 2021 നടക്കേണ്ട സെൻസസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ട സർവേ കോവിഡിൻ്റെ പേര് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് 25 വരെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഞങ്ങൾ നിരന്തരം ഇത് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ ആ ഡിലേയുടെ ഉത്തരവാദിത്വം കൂടെ ഞങ്ങളുടെ തലയിൽ വെക്കാനുള്ള ശ്രമമൊക്കെയാണ്. അവർക്ക് XOR ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റമറ്റ രീതിയിൽ നടക്കണം. അതിന് ഗവൺമെൻറ്റിൻ്റെ മോട്ടിവേഷൻ എന്തോ ആവട്ടെ, ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് മോട്ടീവുള്ള ഒരു സാമൂഹ്യ നീതിയുടെ വലിയൊരു ദൗത്യമായിട്ട് തന്നെയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അക്കാര്യത്തെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടെ വിജയമായിട്ട് കാണേണ്ടതായിട്ട് വരും. കാരണം അത് നടക്കില്ല, നടത്തേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് ഒന്നടങ്കം പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇപ്പം അത്
ഒരു അനിവാര്യതയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ ശരിയാണ് അത് ബോധ്യപ്പെടുത്തുന്നത്.